നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ഏകദേശം 40 വർഷമായി കേരള വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി എന്ന വിഭാഗം വനസംരക്ഷണത്തിൻ്റെയും വനവൽക്കരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വനം വകുപ്പിൻ്റെ ഒരു ചെറിയ ഒരു വാചകം, വനം ഒരു ധനം, ആ വനം ഒരു ധനം, അത് തന്നെ വലിയ ഒരു കാര്യമാണ്. പിന്നെ വനം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ധാരാളം വാചകങ്ങളുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി സോഷ്യൽ ഫോറസ്ട്രി തൈകൾ വിതരണം നടത്തുന്നു. ആ തൈകൾ വിതരണം നടത്തുന്നതിൽ ഞാൻ തന്നെ ഏകദേശം 60,000-ൽ കൂടുതൽ തൈകൾ വിതരണം നടത്തിയിട്ടുണ്ട്. 60,000-ൽ പരം തൈകൾ ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ട് അത് വിതരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലുള്ള ഒരാൾ, അത്രയും പറയാൻ പറ്റില്ല. അപ്പോൾ അത് അത്ഭുതമല്ല, 60,000 അല്ല, 60,000-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും. കാരണം ഒരു വർഷം 2000-ൽ വെച്ച് നോക്കുമ്പോൾ, എൻ്റെ സർവീസിൻ്റെ കാലയളവിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 60,000 ഒന്നല്ല കൊടുത്തിരിക്കുന്നത്. അതിൽ പലരും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ആ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ മുറിച്ചോട്ടെ എന്ന് അനുവാദം ഒന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു വൃക്ഷം മുറിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ അനുവാദം വാങ്ങിക്കണം എന്നാണ് പറയുക. അങ്ങനെ വൃക്ഷത്തിൻ്റെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം നല്ലൊരു ദിവസം നോക്കിയിട്ട് മാത്രമേ മഴ വയ്ക്കുള്ളൂ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഞാൻ വിതരണം നടത്താൻ വനം വകുപ്പിൻ്റെ, നമ്മുടെ സർക്കാരിൻ്റെ വൃക്ഷത്തൈകൾ നമ്മൾ വിതരണം നടത്തിയിട്ട് അത് വെച്ച് പിടിപ്പിച്ച് വലിയ മരമായിട്ട് അത് മുറിക്കുമ്പോൾ നമ്മളോട് വന്ന് ചോദിക്കുക, ഒന്ന് മുറിച്ചോട്ടെ, ഒരു മരം മുറിച്ചോട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അല്ല, സാറാണല്ലോ അത് തൈകൾ തന്നത്, അത് വളരുകയും ചെയ്തു, ഞങ്ങൾക്കൊരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് മുറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം നമുക്കത് ഒന്നും പറയാനില്ല, മുറിച്ചോളാൻ മാത്രമേ പറയുള്ളൂ. പകരം നടണം എന്ന് പറയും, പകരം നടണം എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ പലരും പറയും സോഷ്യൽ ഫോറസ്ട്രിയുടെ വനം വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്ട്രിയിലെ തൈ വിതരണം വെറുതെയാണ്, ഓരോ ജൂൺ 5-നും നട്ട തൈകൾ കാണുന്നില്ല എന്നൊക്കെ. എനിക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മൾ നട്ട തൈകൾ മുഴുവൻ വളർന്നോ, അത് വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി നടത്തിയ ബോധവൽക്കരണത്തിൻ്റെ ഗുണം ലഭിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മളെ പഠിപ്പിച്ച രക്ഷിതാക്കളും ആ പഠിപ്പിച്ചതിനത്രയും പഠിച്ചിരുന്നെങ്കിൽ നാം ഇന്ന് എവിടെ എത്തിയിരുന്നു എന്ന് സ്വയം നാം ഒന്ന് ആലോചിച്ചാൽ മതി. അത് മാത്രമേ എനിക്ക് ഉത്തരം പറയാനുള്ളൂ. അപ്പോൾ നടുന്ന വൃക്ഷങ്ങളെല്ലാം വളരില്ല, എല്ലാ വൃക്ഷങ്ങളും വളരില്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ പോയാൽ, തമിഴ്നാട്ടിൽ പുളിയും അതേപോലെ തന്നെ വേപ്പും റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കാണാം. അതെന്താ? അവിടുത്തെ മണ്ണിലും അവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സസ്യമാണ് അവർ വെച്ച് പിടിപ്പിച്ചത്. നമ്മൾ അതല്ല ചെയ്തത്. നമ്മൾ വെച്ച് പിടിപ്പിച്ചത് പൂക്കളുണ്ടാവുന്ന ചെടികളാണ് വെച്ച് പിടിപ്പിച്ചത്. കാരണം നമുക്ക് ഫലവൃക്ഷങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടായിരുന്നു. കേരളം എല്ലാം, തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഫലവൃക്ഷങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഫലവൃക്ഷം വെച്ച് പിടിപ്പിക്കേണ്ട ഒരാവശ്യം വരാത്തത് കൊണ്ട് ആ കാലഘട്ടത്തിൽ പൂക്കളുള്ള വാഗമരങ്ങൾ, മെയ് ഫ്ലവർ, ഗുൽമോഹർ എന്നൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെ ദോഷവും നമ്മൾ അനുഭവിച്ചു. അതേപോലെ റെയിൻ ട്രീയും വെച്ച് പിടിപ്പിച്ചു. റെയിൻ ട്രീ എന്ന് പറയുന്നത് ശരിക്കും വളരുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്ത്, അത്രയും 1 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ കമ്പുകൾ എത്തും. അപ്പോൾ ഒരു മരം വളരുമ്പോൾ അതിൻ്റെ കമ്പുകൾ എവിടെയൊക്കെ എത്തുന്നോ അവിടം വരെ അതിൻ്റെ വേരുകളും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പം നമ്മൾ വാഗമരം നട്ടു. വാഗമരം എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡാണ്, കാറ്റടിച്ചാൽ പൊട്ടി വീഴും. അതിൻ്റെ വേരുകൾ, അതിൻ്റെ കമ്പുകൾ, ഇങ്ങനെ വേരുകൾ പോയപ്പോൾ
റോഡ് സൈഡിൽ കെട്ടിടങ്ങൾ പിന്നീട് വന്നു. കെട്ടിടങ്ങളുടെ തറ അസ്ഥിവാരം കീറുമ്പോൾ ഈ വേരുകൾ മുറിഞ്ഞു പോകും. മാത്രമല്ല അന്നൊന്നും അതെല്ലാം വെച്ചുപിടിപ്പിക്കുന്ന സമയത്ത് ഓവിചാലുകൾ ഉണ്ടായിരുന്നില്ല റോഡിന്. പിന്നീടാണ് ഓവിചാലുകൾ പണിതത്. അപ്പോൾ ഓവിചാലുകൾ പണിയുമ്പോഴും അവിടെ വേരുകൾ മുറിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ മരത്തിന് ബലക്ഷയം സംഭവിക്കുകയും കാറ്റത്ത് ഒടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യും. നമുക്കൊരു പോരായ്മ തന്നെയാണ്. നമ്മൾ റെയിൻ ട്രീ പോലെയുള്ള സാധനങ്ങൾ ഒരു മൈതാനം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന രൂപത്തിലുള്ളത് റോഡിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചത് നമ്മുടെ പരാജയം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അത് സോഷ്യൽ ഫോറസ്ട്രി കുറ്റപ്പെടുത്തണ്ട. സോഷ്യൽ ഫോറസ്ട്രി അല്ല ആ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. അതിന് മുമ്പ് തന്നെ PWDയുടെ ഒരവസ്ഥ, PWD തന്നെ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സോഷ്യൽ ഫോറസ്ട്രി എന്നുള്ള വിഭാഗം വരുന്നതിന് മുമ്പ് പിന്നെ വനം വകുപ്പ് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും വാഗമരങ്ങളൊക്കെ ഇപ്പോൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക റോഡ് സൈഡിലൊക്കെ. നമുക്ക് തണൽ തരാൻ പറ്റിയ മരങ്ങൾ, വേര് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകുന്ന മരങ്ങൾ, അരണമരം എന്ന് പറയുന്ന ഒരു മരമുണ്ട്, ഡ്രൂപ്പിംഗ് അശോക. ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കൂടിയിട്ട് അതിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. എവർഗ്രീനാണ്. വേനൽക്കാലത്തും പച്ച ഇലകൾ ഉണ്ടാവും. അടി മുതൽ മുടി വരെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ തൂങ്ങിയിട്ട് അതിൻ്റെ ശരീരം, അതിൻ്റെ തടി കാണില്ല. അതിനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം. അത് റോഡ് സൈഡിൽ നട്ട് വളർത്തിക്കോളൂ. എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. റോഡ് സൈഡിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിൽ അത് വീഴില്ല. മറ്റ് മഴക്കാലമായാൽ വാഹനത്തിൻ്റെ മുകളിൽ വീണിട്ട് മരം വീണിട്ട് ഇപ്പം ഇന്നലെ തന്നെ പത്രത്തിൽ കണ്ടു ഒരു കാറിൻ്റെ മുകളിൽ മരം വീണിട്ട് അപകടം സംഭവിച്ചത്. അതൊരു വേദനാജനകം തന്നെയല്ലേ. അപ്പോൾ പിന്നെ സ്കൂൾ ബസ്സിൻ്റെ മുകളിൽ വീണു. നമുക്കൊരു വണ്ടി ഒരു മരത്തിനിടയിൽ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കാലങ്ങൾ കൊണ്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ മാറ്റങ്ങൾ വരുത്തണം. ആ സോഷ്യൽ ഫോറസ്ട്രിയുടെ പിന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അന്നൊന്നും നമുക്ക് അത്രമാത്രം പഠനങ്ങളോ അല്ലെങ്കിൽ ദീർഘവീക്ഷണമോ ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലുള്ള തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അധിനിവേശ സസ്യങ്ങൾ ഇപ്പോൾ ധാരാളം നമ്മുടെ വനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ നിർബന്ധിച്ച് കുറച്ച് തൈകൾ കൊടുത്ത കുറേ പേർക്കുണ്ട്. അതിലൊരാൾ അയാളുടെ വീട്ടുപറമ്പിൽ തൈകൾ വെച്ച് പിടിപ്പിച്ച കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ മരങ്ങളെ ഇനി എന്താ സ്ഥിതി? എന്തൊക്കെയാണ് മരങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? ഈ മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് വിലയ്ക്ക്, പക്ഷെ എന്നാലും ഞാൻ കൊടുക്കൂല. ഈ ചീവീടിന്റെ ശബ്ദമൊക്കെ കേൾക്കില്ലേ? തീർച്ചയായും ചീവീടിന്റെ ശബ്ദം നന്നായി. കക്കോടി ഇതേമാതിരി തന്നെ ആക്കി മാറ്റാനുള്ള കക്കോടിയുള്ള വീട്ടിൽ ഒരു പ്രയത്നം നടന്നുകൊണ്ട് ഇവിടെ ശരിക്കും ഒരു വനമായിട്ട് മാറി. ശരിക്കും തെങ്ങിനെയല്ല സംരക്ഷിക്കുന്ന മരങ്ങളല്ല. ഇതൊക്കെ പഠിച്ചത് ഭാഷ എടുത്തുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാതെയാണ് ഞാൻ സ്കൂളിലേക്ക് കയറി വന്നത്. അന്ന് മുതൽ രാത്രി കാലങ്ങളിൽ മാഷ് സ്കൂളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ രണ്ടാളും കൂടി ചെയ്തതൊക്കെ മാഷ്
ഓർമ്മയില്ല മാഷക്ക് ഓരോരോ കാര്യങ്ങൾ അക്വേറിയൊക്കെ ഉണ്ടാക്കി കോരി ഉണ്ടാക്കി. പിന്നെ മരങ്ങൾ ചെറിയ ചെറിയ വെള്ളമൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ഒഴിക്കുക. ഇന്നത്തെ പോലെ പൈപ്പ് സൗകര്യങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അല്ലേ, ഒരു ഇല പോലും പഠിക്കാറില്ല. മാഷടുത്തു നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. ഒന്നും അറിയാതെയാണ് സ്കൂളിലേക്ക് വന്നത്. ഈ മരങ്ങൾ ആ തൈ ഞാൻ തന്നെ തന്ന തൈകൾ തന്നെയാണല്ലോ. ഇത് മാഷ് തന്നാണ്. ഇത് അതും ആ തന്ന മരങ്ങളൊക്കെ ഇവിടെ ഒരു വനത്തിൽ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മുത്തങ്ങ സാങ്ച്വറിയിൽ പോയിട്ടുള്ള ഒരു അനുഭവമാണ്. ഇവിടെ മൃഗങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഈ മരങ്ങൾ, ഇതുപോലെ മരങ്ങൾ എനിക്ക് തോന്നി ഈ ഫറോക്കിലെന്നല്ല, ഇവിടെ അടുത്ത പ്രദേശങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഇത്രയും നന്നായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് ഏകദേശം ഒരു 50 മീറ്റർ ഹൈറ്റിലാണ് ഈ മരം കിടക്കുന്നത്. ഇത് ശരിക്കും ഒരു പിന്നെ എന്താ പറയുക, മഴക്കാടുകളെ പോലെയാണ്. ഒരു കനാപ്പി സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ഈ മരങ്ങൾ മുഴുവൻ ഇവിടെ. ഒരു ചെറിയ മഴയൊന്നും നിലത്തേക്ക് എത്തില്ല, വെള്ളത്തുള്ളികളായിട്ട് പിന്നീട് പെയ്ത് ഇറങ്ങിയുള്ളൂ. പിന്നെ അതിനോട് ചേർന്നുകൊണ്ട് ഈ മരങ്ങളുടെ പറ്റം ചേർന്നുകൊണ്ട് പ്ലാവുകൾ അങ്ങനെ കഷ്ടപ്പെട്ട് വളരുന്നുണ്ട്. അതൊരു കാഴ്ച തന്നെയാണ്. ഇവിടെയുണ്ട്, അതൊരു കാഴ്ച തന്നെയാണ്. കുറേ പ്ലാവുകളുണ്ട്. ഇതൊന്നും വെട്ടാതെയാണ് ഈ പറമ്പ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വീട് പണി ഉണ്ടായിട്ട് പോലും ഇവിടെ നിന്ന് മരം മുറിച്ച് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മഹാഗണി ഒരു മരം മാത്രം റോഡിൻ്റെ മുകളിലെ ലൈനിലേക്ക് ചരിഞ്ഞു നിന്നപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു മുറിക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു മുറിച്ചോളൂ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെ ആ മരം ശരിക്കും അവൻ്റെ വീടിന് ഉപയോഗിച്ചു. 2 വാതിൽ ഉണ്ടാക്കി. ഈ മരങ്ങളുടെയൊക്കെ 97 കൊണ്ടുവച്ച മരങ്ങളായത്. ഇതൊക്കെ സപ്പോർട്ടൊക്കെ അവിടെ സപ്പോർട്ട ഉണ്ട്, എല്ലാം ഉണ്ട്. സപ്പോർട്ട ഉണ്ട്, നെല്ലിയുണ്ട്, പുളിയുണ്ട്, പ്ലാവുണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. അപ്പോൾ ഏറ്റവും അതിൽ വലിയ മരങ്ങളായിട്ട് കാണുന്ന എനിക്കൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്ന മരങ്ങളാണിത്. ഞാൻ പലപ്പോഴും ഈ വീട്ടിൽ വന്നാൽ ഇതൊന്നും കാണാതെ പോകാറില്ല. ഇതൊരു സാങ്ച്വറിയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ പോലെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നിലത്തും ധാരാളം സസ്യങ്ങളുണ്ട്. ഇവയൊന്നും നശിപ്പിക്കാതെയാണ് ഈ പറമ്പ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും അടുത്ത തലമുറയ്ക്കും കൂടി ഉണ്ടാവട്ടെ എന്നാണ് പ്രസാദ് പറയുന്നത്. നമ്മളെ മുളക് ചെടിയാണിത്. ഇത് ഇടുക്കിയിലോ കാസർഗോഡോ വയനാടോ ഒന്നുമല്ല, കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിൽ വെസ്റ്റ് നെല്ലൂരിലെ ഇളയടത്ത് പറമ്പിൽ പ്രസാദിന് ഞാൻ 95-97 കാലഘട്ടത്തിൽ കൊടുത്ത വൃക്ഷത്തൈകൾ. അന്ന് അവന് ബൈക്കൊന്നുമില്ല. അന്ന് പലരുടെയും കയ്യിലും ബൈക്കൊന്നുമില്ല, വാഹനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്താണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഈ തൈകൾ കൊടുത്തപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നില്ല തൈ, എനിക്ക് വേണ്ട. ഞാൻ നിർബന്ധിച്ചു, നീ എന്തായാലും കൊണ്ടുപോയിക്കും. അങ്ങനെ 2 ദിവസമായിട്ടാണ് അവൻ ആ തൈകൾ കൊണ്ടുപോയത്. അന്ന് ബസ് കയറ്റി കൊണ്ടുപോകണം, വൈദ്യരങ്ങാടിയിൽ നിന്ന് ഫറോക്കിലേക്ക് ബസ്സിൽ കൊണ്ടുപോകണം, അവിടെ നിന്ന് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകണം. അന്ന് ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ തൈകൾ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം തന്നെയാണ് കൊണ്ടുപോയത്. ആ നിർബന്ധപ്രകാരം കൊണ്ടുപോയി ഞാൻ ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഒരു താല്പര്യം തോന്നി. അദ്ദേഹം വീട്ടുവളപ്പിൽ ആ തൈകൾ വെച്ച് പിടിപ്പിച്ചു. അതിൽ കാണുന്ന മരങ്ങളാണ് ഇന്ന് വലുതായിട്ട് കാണുന്നത്. ഇന്ന് ആ പറമ്പിലെ ആ മരങ്ങൾ പലരും കാണാൻ വരുന്നു, അതിന് വില പറയുന്നു. കൊടുക്കുന്നില്ലെങ്കിൽ ഇത്ര വില തരാമെന്നും പറയുന്നു. മാത്രമല്ല അതിലും ഉണ്ടായിട്ടുണ്ട് ഒരു രസം. അതിൽ വളർന്നു വന്ന ഒരു മഹാഗണി റോഡിൻ്റെ മുകളിലേക്ക് ചാഞ്ഞാ നിൽക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ലൈനിൽ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തെങ്കിലും പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈനും ഇലക്ട്രിക് പോസ്റ്റൊക്കെ പോകും. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വിവരം പറഞ്ഞു, ഒരു മരമുണ്ട്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അത് മുറിച്ചോ, ഒരാൾക്കും ബുദ്ധിമുട്ട് വരുത്തണ്ട, ബാക്കി മരങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, നീ അത് മുറിച്ചോ. അങ്ങനെ അവൻ്റെ വീട് പണിക്ക് ഉപയോഗിച്ചു ആ മരം, ആ മഹാഗണി.
ബാക്കിയുള്ളത് വീട് പണിക്ക് എടുത്തില്ല. കാരണം മുറിക്കാനുള്ള വിഷമം കൊണ്ട്. വേറെ ഉള്ള ആരെങ്കിലും ആണെങ്കിലും, ഇപ്പം ഞാനാണെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ ഞാൻ ആ മരം മുറിച്ച് വിൽക്കും. അവൻ മരം മുറിച്ച് വിറ്റിട്ടില്ല. ആ മരങ്ങളാണ് ഈ കാണുന്ന മരങ്ങളെല്ലാം. അങ്ങനെ ഫറൂഖ് വെസ്റ്റ് നെല്ലൂരിലെ ഇളയടത്ത് പറമ്പിലെ ഈ മരങ്ങൾ ഇന്നും സംരക്ഷിച്ചു പോരുകയാണ്. പ്രസാദ് മാത്രമല്ല, പ്രസാദിന്റെ വീട്ടുകാരും അതിന് സമ്മതമാണ്. അപ്പൊ പ്രസാദിന്റെ അമ്മയും ഒക്കെ അതിൽ വളരെ താല്പര്യം കാണിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ പ്രസാദ് ഇത്രയും വർഷമായിട്ട് അവിടെ മറ്റ് വൃക്ഷങ്ങൾ അതിന്റെ കൂടെ പിന്നെ തെങ്ങുണ്ട്, പക്ഷെ തെങ്ങിനൊന്നും പരിചരണം കൂടുതൽ കൊടുക്കുന്നില്ല. ഈ വൃക്ഷങ്ങൾ വളരട്ടെ എന്നാണ് പറയുന്നത്. ശരിക്കും പോയി കാണേണ്ട മരങ്ങളാണ്. ശരിക്കും പോയിട്ടൊരു വനത്തിന്റെ പ്രതീതിയാണ്. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക, ഒരു വനത്തിന്റെ പ്രതീതി വന്നിരിക്കുകയാണ്. ഒരു ടൗൺ ഏരിയയിലാണ് ഇത്തരം ഈ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. അപ്പൊ സോഷ്യൽ ഫോറസ്ട്രി, കേരള വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി നടത്തിയ പ്രവർത്തനങ്ങൾ വേദാവിലായിട്ടില്ല. ശരിക്കും ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. അവർ തന്ന വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചവർ ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ നൂറുകണക്കിന് പിന്നെ ഉദാഹരണം നിങ്ങൾക്ക് തരാം. വീടുണ്ടാക്കിയവരും വീട്ടുമുറ്റത്ത് 2 മുറിച്ചിട്ട് 1 അവിടെ നിർത്തിയവരും, അതൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ചിലർ ഫർണിച്ചറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കിയത്. പിന്നെ വീടിന് ഉപയോഗിച്ചതും. വേറെ ഒരു പാർട്ടി വീടിന് മരം മുറിക്കാൻ വരുമ്പോൾ ഞങ്ങൾ 3 മരമുണ്ട്, 2 മുറിച്ചോട്ടെ എന്ന് എന്നോട് ചോദിക്കുക. എൻ്റെ പറമ്പിലെ മരം മുറിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഞാൻ എന്താ അവരോട് പറയേണ്ടത്? എനിക്കിതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടത്? ഈ പരിസ്ഥിതി സംരക്ഷണത്തിൽ എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം നൽകാൻ വേറെ എന്ത് വേണം? അപ്പോൾ വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും യഥാവിലായിട്ടില്ല. വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ ഇതുപോലെ എത്ര പ്രസാദന്മാർ, എത്ര പേര് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ വൃക്ഷങ്ങൾ ഞങ്ങൾക്കൊന്നും വയനാട്ടിലൊന്നും നഴ്സറി ഉണ്ടായിരുന്നില്ല. ഒരു 1988 കാലഘട്ടങ്ങളിൽ, 86, 87, 88 കാലഘട്ടങ്ങളിൽ നഴ്സറികൾ തന്നെ വളരെ കുറവ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കാപ്പി തൈയും കുരുമുളകും മാത്രമേ അവിടെ കിട്ടുള്ളൂ. ഫലവൃക്ഷങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രവണതയൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി നടുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു ട്രെൻഡ് ശരിക്കും കർഷകരിലേക്ക് എത്തിച്ചത്, ജനങ്ങളിലേക്ക് എത്തിച്ചത്, വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചത്, സ്ത്രീകളിലേക്ക്, വീട്ടമ്മമാരിലേക്ക് എത്തിച്ചത് വനം വകുപ്പ് തന്നെയാണ്. വിറക് വേണം, വിറകിന്റെ ആവശ്യം, ഇന്ധനത്തിന്റെ ആവശ്യം വരുമെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നത് വനം വകുപ്പ് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വൃക്ഷങ്ങൾ, നെല്ലിയൊക്കെ, എൻ്റെ വീട്ടിൽ നെല്ലിയൊക്കെ ഉണ്ടായത് വനം വകുപ്പ് തന്നതാണ്. നെല്ലിത്തൈയൊക്കെ അതിൽ തേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പിന്നെ നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പിന്നെ 14 ജില്ലകളിലെയും കാലാവസ്ഥയിലും മണ്ണിലുമെല്ലാം വ്യത്യാസമുണ്ട്. അവിടെ എല്ലാ ദിക്കിലും വെച്ച് പിടിപ്പിക്കേണ്ടത് പ്രത്യേകം തെരഞ്ഞെടുത്ത് വിതരണം നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ അല്ലെങ്കിൽ അക്കേഷ്യ പോലെയുള്ള സസ്യങ്ങൾ കൊണ്ടുവരികയും അത് കൂടുതൽ വെച്ച് പിടിപ്പിക്കുകയും. അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അക്കേഷ്യ മണ്ണൊലിപ്പ് തടയുന്നുണ്ട് അക്കേഷ്യ. പിന്നെ എപ്പോഴും പച്ചപ്പ് നിലനിർത്തും, ജലാകിരണ ശേഷി നഷ്ടപ്പെടുത്തുന്നില്ല. KFRI ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവം വെച്ചാൽ അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ പറമ്പിലെ വെട്ടുകല്ല്, ലാറ്ററൈറ്റ് ആയിട്ടുള്ള വെട്ടുകല്ല് പൊടിഞ്ഞ് മാറിയിട്ടുണ്ട്. അല്ലീലിയോ കെമിക്കൽസ് ആണല്ലോ അക്കേഷ്യ ഇല വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ വേറൊരു സസ്യത്തെ മുളയ്ക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. പാല് നട്ട് കഴിഞ്ഞാൽ ആലിൻ്റെ ചോട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും? വിശാലമായിട്ട് അങ്ങനെ കിടക്കുകയല്ലേ. പക്ഷെ അക്കേഷ്യ അത്രയും കുറ്റക്കാരനൊന്നല്ല. അക്കേഷ്യ നന്നാക്കാൻ വേണ്ടി പറയല്ല. അക്കേഷ്യയുടെ പൂക്കൾ കാണണം. പൂക്കൾ മുകളിലായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല, ടെറസിന്റെ മുകളിൽ കയറിയിട്ട് കാണണം. അക്കേഷ്യ ഓണക്കാലത്ത് പൂക്കൾ ഇങ്ങനെ വാരി വിതറിയ മഞ്ഞ കളറിങ്ങനെ മഞ്ഞൾ വിതറിയ പോലെ വിതറിയ ആ പൂക്കൾ കാണുമ്പോൾ എന്ത് രസമാണ്. കാക്കകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യയുടെ കായ്, ചെറിയ കായ്.
അപ്പോൾ അക്കേഷ്യ പിന്നെ വെച്ച് പിടിപ്പിച്ചെടുത്തൊന്നും മണ്ണിടിഞ്ഞിട്ടില്ല ഇതുവരെ. അക്കേഷ്യ ഉള്ളിടത്തൊന്നും അലർജി ഉണ്ടായിട്ടില്ല. ഏതോ ഒരാൾ ഏതോ ഒരു പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പത്രത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടറാണ് എഴുതിയെന്നാണ് എൻ്റെ ചെറുപ്രായത്തിലൊരു വായനയിൽ കിട്ടിയത്. അക്കേഷ്യ അലർജി ഉണ്ടാക്കുന്നു, ആ പൂമ്പൊടി അലർജി ഉണ്ടാക്കുന്നു. അക്കേഷ്യ വെയിറ്റുള്ള പൂമ്പൊടിയാണ്, അത് പാറിപ്പോകില്ല ഒരിക്കലും, അത് അലർജി ഉണ്ടാക്കുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും എല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിലൊക്കെ എത്ര വർഷങ്ങളായി അക്കേഷ്യ, അവിടെയുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അക്കേഷ്യയുടെ അലർജി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ വെളിച്ചെണ്ണയെ കുറ്റം പറഞ്ഞതുപോലെ എന്നോ ഒരിക്കൽ പത്രത്തിൽ വന്നേ അക്കേഷ്യയുടെ പൂമ്പൊടി അലർജി ഉണ്ടാക്കും എന്ന് പറയുന്ന സംഗതി തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും അക്കേഷ്യയെ കാണുന്നത് തന്നെ അലർജി ആയിട്ടുള്ളവരുണ്ട്. അതേ സമയത്ത് തമിഴ്നാട്ടിൽ അക്കേഷ്യ നട്ടു വളർത്തിയിട്ട് അതിൻ്റെ പിന്നെ മരത്തിൻ്റെ തോല് പിന്നെ മൃഗങ്ങളുടെ തോല് ഉറക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അക്കേഷ്യയിൽ ഫർണിച്ചർ ഉണ്ടാക്കാം. ഞാൻ അക്കേഷ്യ മാഞ്ചിയമുണ്ട്, അക്കേഷ്യ ഒറിക്കുലിഫോമിസാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. അതിനുശേഷം അക്കേഷ്യ മാഞ്ചിയമുണ്ട്. വളരെ വ്യത്യസ്തമായ സ്പീഷീസുകളുണ്ട്. അക്കേഷ്യ മാഞ്ചിയം പെട്ടെന്ന് വളരുന്ന സസ്യമാണ്. ഞാൻ തന്നെ നട്ടു വളർത്തി, ഞാൻ തന്നെ മുറിച്ച്, ഞാൻ തന്നെ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കേഷ്യ മാഞ്ചിയം എനിക്ക് മുറിക്കാനുമുണ്ട്. അക്കേഷ്യ മാഞ്ചിയം. അപ്പോൾ നമ്മളൊന്നിനെയും കുറ്റപ്പെടുത്തണ്ട. അക്കേഷ്യ എങ്ങനെയാണ് വന്നത്? രവീന്ദ്രനാഥ ടാഗോറിന് ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നെ ഘട്ടത്തിൽ അദ്ദേഹം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്ത ഭൂമിയിൽ വിശാലമായി മൈതാനമായി കിടക്കുന്ന സ്ഥലം, അവിടെ പച്ച പിടിപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് വളരേണ്ട ഒരു ചെടിയെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മലേഷ്യയിലെ അക്കേഷ്യയെക്കുറിച്ച് അറിയുകയും ഒരു സുഹൃത്ത് കുറച്ച് വിത്തുകൾ കൊടുത്തയക്കുകയും ചെയ്തത്. ആ വിത്തുകൾ വെച്ചിട്ടാണ് പിന്നെ രവീന്ദ്രനാഥ ടാഗോർ പിന്നെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അത് വെച്ച് പിടിപ്പിച്ച് തണൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വൃക്ഷവും നമുക്ക് മോശമല്ല, പക്ഷേ അധിനിവേശ സസ്യങ്ങളായിട്ടുള്ള പല സസ്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സോഷ്യൽ ഫോറസ്ട്രിയുടെ പിന്നെ ഇടപെടൽ മൂലം വലിയൊരു പിന്നെ ബോധം ജനങ്ങളിൽ വരികയും അത്രയും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ച പ്രസാദിൻ്റെ ഇളയടത്ത് പറമ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.